ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ മടങ്ങി എത്തിയിരിക്കുന്നത് ഒരു ശത്രു എന്നതുപോലെയാണ്. സാന്ത്വനത്തിലുള്ള എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരോടും ഭയങ്കരമായ ദേഷ്യത്തോടും അതുപോലെ പകയോടും ഒക്കെ സംസാരിക്കുന്ന ഒരു രീതിയിലാണിപ്പോൾ കണ്ണൻ്റെ പ്രവർത്തികൾ ഓരോന്നും. കണ്ണൻ്റെ ഈ ചെയ്തികളൊക്കെ കണ്ടിട്ട് ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ ആകെ പേടിയും ടെൻഷനും ഒക്കെയാണ്. കണ്ണൻ എന്താ ഇങ്ങനെയായി പോയത്, കണ്ണൻ എന്ത് പറ്റി എന്നുള്ളത്. പക്ഷേ കണ്ണനിപ്പോൾ കണ്ണൻ്റെ അമ്മ ഇല്ലാതായതോടുകൂടി ഇവരുമായി ബന്ധങ്ങളൊന്നും ഇല്ലെന്നും അമ്മയുള്ളത് വരെ ഒരു കുടുംബത്തിൽ മക്കൾക്കാണെങ്കിലും സ്ഥാനമുള്ളൂ എന്നൊക്കെയാണ് വന്നു പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും പേടിയാവുക. കണ്ണൻ എന്നിട്ട് എല്ലാവരോടും ഭയങ്കര റഫായിട്ട് സംസാരിക്കുന്നത് പോലെ ആരോടും ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ കണ്ണൻ ഓരോന്ന് ചെയ്യുമ്പോൾ കണ്ണൻ്റെ ഓരോ പ്രവർത്തികളും ഇവരെല്ലാവരും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ണൻ ആരോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഇത്തവണത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവൂട്ടി കണ്ണൻ്റെ മുറിയിലൊന്ന് കയറി. കണ്ണൻ്റെ മുറിയിൽ കയറി കണ്ണൻ്റെ ഫോണൊന്ന് എടുത്തു. അതൊരു കുഞ്ഞല്ലേ, അപ്പോൾ പിന്നെ കൊച്ചച്ചൻ, ഇവരെല്ലാവരും കണ്ണൻ കൊച്ചച്ചൻ എന്നും പറഞ്ഞ് കൊച്ചിനെ ഭയങ്കര കാര്യമാക്കി വെച്ചിരിക്കുക. ആ കാര്യമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കൊച്ചിന് കണ്ണൻ കൊച്ചച്ചനോട് ഭയങ്കര ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ണൻ കൊച്ചച്ചന് ഉള്ള മുറിയിൽ കണ്ണൻ കൊച്ചൻ പുറത്തേക്ക് പോയ സമയത്ത് മുറിയിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ കൊച്ച് നോക്കുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ആ കൊച്ച് അതെല്ലാം എടുത്തു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കണ്ണൻ്റെ ഫോൺ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു ടാബ് ഇരിക്കുന്നത് കണ്ടു. അതെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും കണ്ണൻ റൂമിലേക്ക് കയറി വന്നിട്ട് കൊച്ചിനോട് രണ്ട് ഒച്ചയെടുക്കൽ, നിന്നോട് ആരാടി എൻ്റെ മുറി കയറാൻ പറഞ്ഞു എന്നും ചോദിച്ചു. അപ്പോഴേക്കും കുഞ്ഞത് അവിടെ വെച്ചിട്ട് ഓടി പുറത്തേക്ക് പോന്നു കേട്ടോ. അപ്പോഴേക്കും കണ്ണൻ പിന്നാലെ പാഞ്ഞ് ചെന്നിട്ട് കൊച്ചിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ആരോട് ചോദിച്ചിട്ട് എൻ്റെ മുറിയിൽ കയറിയത്, ആരോട് ചോദിച്ചിട്ട് എൻ്റെ ഫോൺ എടുത്തത്, ഇനിയും അപ്പം ഞാൻ കൊച്ചച്ചൻ്റെ ഫോൺ ആയതുകൊണ്ട് എടുത്തതാണെന്ന് പറഞ്ഞപ്പം കൊച്ചച്ചനോ, ആരുടെ കൊച്ചച്ചൻ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ റൂമിൽ കയറുകയോ എൻ്റെ സാധനങ്ങളിൽ എന്തെങ്കിലും കൈവയ്ക്കുകയോ എൻ്റെ ഫോൺ മറ്റോ തൊടുകയോ ചെയ്താൽ അടിച്ചതിൻ്റെ ഞാൻ പൊട്ടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിന് രണ്ട് തല്ലും വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ദേവൂട്ടി അവിടെ നിന്ന് ഭയങ്കര കരച്ചില. വേഗം ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ശിവൻ അതിൽ വന്നു. ശിവൻ വന്നു കഴിഞ്ഞപ്പം കൊച്ച് കരഞ്ഞുകൊണ്ട് അങ്ങ് ഓടി. കണ്ണനാണ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ച്, കൊച്ച് പേടിച്ചു പോയി. കൊച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോയി. ഇത് കഴിഞ്ഞപ്പോൾ ശിവൻ വന്ന് കണ്ണനോട് ചോദിച്ചു, എന്താടാ കണ്ണാ നീ കാണിച്ചത്, നീ എന്തിനാ ദേവൂട്ടിയെ തല്ലിയതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫോൺ എടുത്തു, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ മുറിയിൽ കയറി എന്ന് പറയുമ്പോൾ, നീ എന്താ കണ്ണാ ഈ പറയുന്നേ, അവൾ ആരാടാ നിനക്ക്? ആരാണെങ്കിലും മറ്റൊരാളുടെ റൂമിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സാധനങ്ങൾ എടുക്കുമ്പോഴോ അവരുടെ അനുവാദം കൂടാതെ അത് ചെയ്തുകൂടാ. ഇവിടെ അപ്പോഴത്തെ അങ്ങനെയാണല്ലോ, എല്ലാത്തിനും എല്ലാവരോടും നിബന്ധനകൾ വയ്ക്കുന്ന കൂട്ടത്തിലല്ലേ, എന്നിട്ടെന്താ മകളെ അത് പഠിപ്പിക്കാതിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായ ഡയലോഗുകൾ ഇറക്കി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ അന്താളിച്ച് പോയിട്ട്, ഇവൻ എന്താ ഇങ്ങനെ, ഇവൻ ഇതുപോലെ മാറിപ്പോയത് എങ്ങനെയാ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ശിവൻ ആകെ വല്ലാതെ വിഷമിച്ച് അങ്ങ് പോയിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യം നേരെ ചെന്ന് അഞ്ജുവിനോട് പറഞ്ഞപ്പോൾ അഞ്ജുവിന് ശരിക്കും ദേഷ്യം വന്നു. കൊച്ചിനെ കണ്ണൻ തല്ലി എന്ന് പറഞ്ഞപ്പോൾ ശിവേട്ടൻ അവനിട്ട് രണ്ടെണ്ണം കൊടുത്തുവിടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, അവനിപ്പോൾ നമ്മുടെ പഴയ കണ്ണനൊന്നും അല്ലല്ലോ അഞ്ജു, പിന്നെ അവനെ നമ്മൾ എങ്ങനെ തല്ലും എന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, അല്ലാതെ ഇവിടെ ഇറക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞേക്കാനൊക്കെ അഞ്ജു ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്കും കൊച്ചി എന്ന് ദേവിയോടും കാര്യം പറഞ്ഞു. എന്നെ കണ്ണൻ കൊച്ചൻ വഴക്കു പറഞ്ഞു, എന്നെ കണ്ണൻ കൊച്ചൻ തല്ലി, കണ്ണൻ കൊച്ചിൻ്റെ മുറി കയറിയതിന് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവിക്കും സങ്കടം വന്നു. ദേവി എന്നിട്ട് നേരെ കണ്ണൻ്റെ അടുത്തേക്ക് പോയി. ഇവൻ എന്നെ ചെയ്യണേ, ഇവൻ എന്നെ പറയണേന്ന് അറിയണമല്ലോ. അതിനു വേണ്ടി ദേവി നേരെ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ണനോട് ചോദിച്ചു, എന്താ കണ്ണാ ഇത്, നീ എന്താ ചെയ്തത്, കുഞ്ഞിനെ നീ എന്തിനാ തല്ലിയത്, അവളെന്തിനാ വഴക്കു പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ മുറിയിൽ കയറിയെന്നും എൻ്റെ മുറിയിൽ കയറി എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ സാധനങ്ങൾ എടുത്തു, എൻ്റെ ഫോൺ എടുത്തു, അതെടുക്കരുതെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ വലിയ ന്യായീകരണങ്ങൾ നിരത്തുമ്പോൾ, നിനക്ക് എന്താ കണ്ണാ പറ്റിയതെന്ന് ചോദിച്ചു നമ്മുടെ ദേവി. നീ ഇത്രയും കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പിന്നെന്താ നീ പെട്ടെന്ന് ഇത്രയും മാറാൻ കാരണമെന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞതല്ലേ, അല്ലാതെ ഒന്നും പറയാതിരുന്നിട്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങൾ തന്നെയാണെന്നും പറഞ്ഞ് ദേവിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാം. സ്വന്തം കുഞ്ഞിനെ പോലെ വെച്ച് വിളമ്പി ഊട്ടി വളർത്തി വലുതാക്കി അത്രയാക്കി കഴിഞ്ഞപ്പോൾ ദേവിയുടെ നേർക്ക് നേരെ നിന്ന് അവൻ ദേവിയെ തള്ളിക്കളയുന്നു. അങ്ങനെ കണ്ണൻ ഇങ്ങനെ ദേവിയുടെ നെഞ്ച് തുളയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നടത്തുക. ഇതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ ദേവി ആകെ വിഷമിച്ച് നിരാശപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ.
അങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മേലിൽ എൻ്റേതായ സാധനങ്ങളിൽ കൈവയ്ക്കരുതെന്ന് ഇവിടെയുള്ള എല്ലാവരോടും വലിയടത്തി എന്നെ പറഞ്ഞോളണം. എനിക്ക് ഇഷ്ടമല്ലാതെ എൻ്റെ സാധനങ്ങൾ എനിക്ക് മാത്രം ഉള്ളതാണ്, മറ്റാരുടെയും കാര്യത്തിൽ ഇടപെടാൻ ഞാൻ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് എന്താടാ ഒരു അവകാശവും ഇല്ലേ എന്ന് ദേവി ചോദിച്ചപ്പോൾ, അവകാശമൊക്കെ മറ്റുള്ളവർ തീരുമാനിക്കുന്നതല്ലേ. ഞാൻ നിങ്ങൾക്ക് ആ അവകാശം തന്നാൽ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ അവകാശം ഉണ്ടാകും. മറിച്ച് ഞാൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആർക്കും ഒരു അവകാശം ഉണ്ടാവില്ല, അതെനിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ ഇങ്ങനെ കൂടെ പറയുന്നത് കേട്ടപ്പോൾ ദേവിക്ക് സങ്കടം വന്നേ. ദേവി എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അപ്പുറം മുറിയിൽ പോയി വിഷമിച്ചിരിക്കുക. അപ്പോൾ ബാലൻ വന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയെന്ന്. അപ്പോൾ കണ്ണൻ എന്താ ബാലേട്ടാ ഇങ്ങനെയെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം? കണ്ണൻ ഇന്നിന്ന പോലെയൊക്കെ പറഞ്ഞു. അവനിന്ന് ദേവൂട്ടിയെ തല്ലി. ദേവൂട്ടിക്ക് ഭയങ്കര സങ്കടമായി. അവളാണെങ്കിൽ കണ്ണൻ കൊച്ചച്ഛനെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ നടക്കുമായിരുന്നു. കണ്ണൻ്റെ ആ പ്രവൃത്തി കൊണ്ട് അവൾക്ക് ഒരുപാട് സങ്കടമായി എന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലനും ഭയങ്കര സങ്കടമായി. അപ്പോൾ കണ്ണൻ എന്താ ഇങ്ങനെ ആയി പോയതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി 15 ലക്ഷം രൂപ കിട്ടുന്നത് വരെ അവൻ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനെ തല്ലിയ കാര്യമൊക്കെ കൊച്ചു എന്ന് ഹരിയോട് പറഞ്ഞു, അതുപോലെ തന്നെ അപ്പുവിനോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആകെ വിഷമമായി. എന്നിട്ട് ഇവരിത് ചോദിക്കാനെന്നുള്ള രീതിയിൽ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളാരും ഒന്നും പറയാനൊന്നും പോവണ്ട, അവൻ്റെ മൈൻഡ് ഇങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അപ്പു ദേഷ്യപ്പെട്ടെ. അപ്പോഴേക്കും ഇത് കണ്ണൻ കേട്ടു. കണ്ണൻ എന്നിട്ട് വലിയ ഇതായിക്കൊണ്ട് അവരോട് ഒച്ചെടുക്കാൻ ചെന്നു. ഇങ്ങനെ ഇവൻ കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശിവന് സഹിക്കോ? ശിവൻ കയറി വട്ടവും എട്ടഞ്ഞു ഇവൻ്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചത് കണ്ണൻ്റെ. നീ വലിയ ആളാകുന്നോടാ, നീ ആരാന്നാ നിൻ്റെ വിചാരം? ഈ വീട്ടിലെ ഇളയ സന്താനമാണ് നീ ഞങ്ങളുടെ എല്ലാവരുടെയും ആകാൻ നോക്കണ്ട. ആ കുഞ്ഞ് നിൻ്റെ ഫോണൊന്നും എടുത്തപ്പോഴത്തേക്കും നിൻ്റെ എന്താ തേഞ്ഞു പോയോ? നീ എന്തിനാടാ ദേവൂട്ടിയെ തല്ലിയതെന്നും ചോദിച്ചുകൊണ്ട് ശിവൻ ശരിക്കും എടുത്തിട്ട് പെരുമാറാനായിട്ട് ശ്രമിച്ചു. ഈ സമയത്ത് എല്ലാവരും കൂടെ ഓടി വന്ന് പിടിച്ചു വലിച്ചു മാറ്റി, അഞ്ചുമൊക്കെ ഓടി വന്ന് പിടിച്ചു വലിച്ചു മാറ്റി ശിവനെ. അപ്പോഴേക്കും കണ്ണൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വയലൻ്റായി. കണ്ണൻ അന്നേരത്തേക്കും എൻ്റെ ആരുമില്ല, എനിക്ക് ഞാൻ ഒറ്റയാണ്, അതുകൊണ്ട് തന്നെ എൻ്റേതായ ഒന്നിലും ആരും കൈവയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞു. ഈ നിൽക്കുന്നവരൊക്കെ പിന്നെ എന്താടാന്ന് ചോദിച്ചുകൊണ്ട് നേരത്തേക്ക് നമ്മുടെ ശിവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു. ശിവൻ ദേഷ്യപ്പെട്ടപ്പോൾ എൻ്റേതായിട്ടുള്ള ആരും ഈ വീട്ടിലിപ്പോൾ ഇല്ല, എൻ്റെ അമ്മ പോയതോടുകൂടി എനിക്ക് ഈ കുടുംബം അന്യമായി, പിന്നെ എനിക്കെൻ്റെ വീതം ഇങ്ങ് തന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, ആർക്കും ഒരു ശല്യമായിട്ട് ഈ കണ്ണൻ ഈ വീട്ടിലോ ഈ നാട്ടിലോ വരില്ലെന്നൊക്കെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ തുക എനിക്ക് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞ് കണ്ണൻ ഭയങ്കരമായിട്ട് റൈസായി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക. എന്നിട്ട് കണ്ണൻ അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നിരാശപ്പെട്ടിരിക്കുക. പിന്നെ എല്ലാവരും നിരാശപ്പെട്ടിരുന്നെന്ന് കരുതി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കൂടെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. ബാലൻ സഹിതമുണ്ട്. എല്ലാവരും വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനെന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഈ കണ്ണൻ വീണ്ടും വന്നു. വന്നിട്ട് ഇവരുടെ അടുത്തിരുന്നു പറഞ്ഞു, ഞാൻ പറഞ്ഞ എൻ്റെ ക്യാഷിൻ്റെ കാര്യം എന്തായി? എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, എനിക്കിവിടെ നിൽക്കാനും താല്പര്യമില്ല, എൻ്റെ ക്യാഷ് എനിക്ക് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ, നീ പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല മോനെ അത്. കാരണം അന്നത്തെ ആ എഴുതി വെച്ചിരുന്ന വിൽപത്രമല്ല, പിന്നീട് അമ്മ നമ്മളാരും അറിയാതെ ഒരു വിൽപത്രം കൂടി തയ്യാറാക്കിയിരുന്നു. അതിൽ ഇതിനകത്തുള്ള എല്ലാത്തിനും 4 പേരും കൂടെ അവകാശികളാക്കിയാണ് വെച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ, പച്ചക്കള്ളം, എന്നെ ചതിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്നുണ്ടാക്കിയൊരു കള്ളമാണത്, അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അമ്മ അങ്ങനെ ഒരു ചതി ഒരിക്കലും ചെയ്യില്ല. ഇത്രയും കാലം വലിയേട്ടന് സ്വത്തൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ നടപ്പ്. ഒന്നും വേണ്ട, എല്ലാ അനിയന്മാർക്കാണെന്നും പറഞ്ഞ് ഇപ്പം എന്തിയേ അത് മാറി ചിന്തിച്ചത്? എന്താ മൊത്തത്തോടെ കൈയടക്കി വെക്കാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലനോടും ദേവിയോടൊക്കെ കണ്ണൻ ഇങ്ങനെ പറയണു. അപ്പോഴേക്കും നമ്മുടെ ശിവനും ദേഷ്യം വന്നു. നീ ആരോട് എന്താ പറഞ്ഞതെന്ന് നിനക്ക് അറിയാവോടാന്നും ചോദിച്ചുകൊണ്ട് ശിവൻ വീണ്ടും ഇവനെ തല്ലാനായിട്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ശിവ വേണ്ട, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മോനെ, ഞാൻ അന്നും ഇന്നും എന്നും ഒരേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അമ്മയാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ എല്ലാം അമ്മ വിൽപത്രത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കുറച്ച് താമസം വരും, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, നിങ്ങളുടെ ഓരോ ഉദ്ദേശങ്ങളും എനിക്ക് കേൾക്കണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ തുക എനിക്ക് കിട്ടിയിരിക്കണം. മൂത്ത 2 ചേട്ടന്മാർക്കും കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ കയ്യിലുണ്ടായിരുന്നല്ലോ, അതിന് ഏതൊക്കെ മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലങ്ങ് സ്വീകരിച്ചാൽ മതി. പട്ടിപ്പലിശയ്ക്കോ കൊള്ളപ്പലിശയ്ക്കോ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾ പൈസ മേടിച്ചോ, പക്ഷേ ഞാൻ പറഞ്ഞ തുക എനിക്ക് കിട്ടിയിരിക്കണം. ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ തുക എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ കണ്ണൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു റൗഡിയെ പോലെ ഇവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലനും ദേവിയും തകർന്നു പോയി. അതുപോലെ തന്നെ അവരും ആകെ വിഷമിച്ചു പോയിട്ടോ.
കണ്ണൻ, അതായത് ഇവരുടെ വാലെ തൂങ്ങി നടന്ന, ഇവരുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് കൊഞ്ചി കുഴഞ്ഞു നടന്ന കണ്ണൻ തന്നെയാണോ ഈ പറയുന്നത് എന്നെല്ലാം ഒരു നിമിഷത്തേക്ക് ഇവരൊക്കെ ചിന്തിച്ചു പോയി. കാരണം അത്രത്തോളം മൃഗീയമായ രീതിയിലാണ് കണ്ണൻ ആ വീട്ടിൽ പെരുമാറുന്നത്. അങ്ങനെ ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ കൊച്ചിന് പേടിയായിപ്പോയി. ദേവൂട്ടി എന്നിട്ട് കണ്ണൻ്റെ മുമ്പിൽ പോലും പോവില്ലേ. കണ്ണനെ പേടിച്ച് കുഞ്ഞിങ്ങനെ മാറി മാറി നിൽക്കുക. അപ്പോൾ അങ്ങനെ കണ്ണനതൊന്നും ഒരു പ്രശ്നമേ അല്ല. കണ്ണൻ ഇങ്ങനെ അതൊക്കെ തൻ്റേതായിട്ടുള്ള ഒരു സെൻറ്റിമെൻസും അല്ല എന്നുള്ള രീതിയിലാണ് കണ്ണൻ നിൽക്കുന്നത്. കണ്ണന് ഇപ്പോൾ ക്യാഷ് കിട്ടണം, ഇപ്പോൾ പൈസ കിട്ടിയാലേ കണ്ണന് സമാധാനമാവുള്ളൂ. കണ്ണന് പൈസ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരെയും തകർത്തുകൊണ്ട് കണ്ണൻ്റെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും നെട്ടോട്ട് ഓടുക കണ്ണൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ കണ്ണന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നിങ്ങനെ ആലോചിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ഇനി അങ്ങോട്ട് തീ പാറുന്ന നിമിഷങ്ങളായിരിക്കും. ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കണ്ണൻ ഇതിന് നല്ല വില കൊടുക്കേണ്ടി തന്നെ വരും. കണ്ണൻ ഈ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ കണ്ണൻ ഉറപ്പായ ഒരു തിരിച്ചടി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്